മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി എസ്-പി-ബി-എസ്-പി സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന മായാവതിയുടെ നിർദ്ദേശം പശ്ചിമ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റിയേക്കും. 2014 വോട്ട് വിഭജനം ഒഴിവാക്കാനാണ് മായാവതിയുടെ ഈ നീക്കം. അതേസമയം മറ്റു മേഖലകളിൽ ഹിന്ദു ധ്രുവീകരണം ശക്തമാക്കാൻ ഇത് ആയുധമാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഉത്തർപ്രദേശിന്റെ ജനസംഖ്യയിൽ 19% മുസ്ലിങ്ങളാണ്. 4,40,00,000 മുസ്ലിങ്ങൾ. എന്നാൽ രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ 15 മണ്ഡലങ്ങളിൽ ഒന്നുപോലും ഉത്തർപ്രദേശിലില്ല. 40 മുതൽ 50% വരെയും 30 മുതൽ 40% വരെയും ന്യൂനപക്ഷങ്ങളുള്ള 25 മണ്ഡലങ്ങൾ യു.പിയിലുണ്ട്. മായാവതിയുടെ ജാട്ട് എസ്-പിയുടെ യാദവ് വോട്ട് ബാങ്കിനൊപ്പം മുസ്ലിം വിഭാഗം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്താൽ 45 സീറ്റിൽ മഹാസഖ്യത്തിന് വിജയം ഉറപ്പ്. ഇത് തിരിച്ചറിഞ്ഞായിരുന്നു മായാവതിയുടെ ആഹ്വാനം. സഹരൻപൂരിലെ ബി.എസ്.പി സ്ഥാനാർത്ഥി ഹാജി ഫസലുർ റഹ്മാൻ കടുത്ത മത്സരം നേരിടുന്ന ബി.ജെ.പിയുടെ രാഘവ് രഖത്പാലിന്റെ പ്രതീക്ഷ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇമ്രാൻ മസൂദിലാണ്. മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും ബി.എസ്.പിക്കും ഇടയിൽ വിഭജിച്ചു പോയാൽ വിജയം ബി.ജെ.പിക്കാകും. ഇക്കാര്യത്തിൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകാനാണ് മായാവതി ശ്രമിച്ചത്. ഇതോടെ പശ്ചിമ യു.പിയിൽ സഖ്യം നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ്-പി സഖ്യം സമാന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബി.ജെ.പിക്ക് അനുകൂലമായ ഹിന്ദു ധ്രുവീകരണത്തിന് ഇടയാക്കിയിരുന്നു. മുസ്ലിം വോട്ടുകൾ സഖ്യത്തിന് കിട്ടിയിട്ടും അന്ന് ബി.ജെ.പി വൻ വിജയം നേടിയിരുന്നു. ഈ സ്ഥിതി ആവർത്തിച്ചാൽ ബി.ജെ.പിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇടഞ്ഞു നിന്ന യു.പി സഖ്യത്തിന് കരുത്ത് പകർന്ന് താഴെത്തട്ടിലേക്ക് എത്തിക്കാനാണ് മായാവതിയും അഖിലേഷ് യാദവും ഒന്നിച്ച് പ്രചരണത്തിന് തയ്യാറെടുത്തത്. എസ്-പി-ബി-എസ്-പി സഖ്യത്തിൽ അതൃപ്തിയുള്ള മുലായം സിംഗ് യാദവിന് വോട്ട് ചോദിച്ചുകൊണ്ടായിരിക്കും അഖിലേഷ് മായാവതി സംയുക്ത പ്രചരണം തുടങ്ങുക. ഒന്നിച്ചുള്ള പ്രചരണത്തിന്റെ ആസൂത്രങ്ങളെക്കുറിച്ച് അഖിലേഷ് യാദവാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ശത്രുതയുടെ കണക്ക് പുസ്തകം അടച്ചുവെച്ച് ചിരവൈരികൾ ഒന്നിച്ചു. സീറ്റ് വീതം വെപ്പ് പൂർത്തിയായി. സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അഖിലേഷ് യാദവും മായാവതിയും ഒന്നിച്ചു നിന്ന് കൈകൊടുത്തെങ്കിലും ഐക്യത്തിനായുള്ള സന്ദേശം ഇനിയും അണികളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യാദവ ഒ.ബി.സി വിഭാഗങ്ങൾക്കും പട്ടിക വിഭാഗങ്ങൾക്കുമിടയിൽ അകലം ഇല്ലാതായാൽ മാത്രമേ സഖ്യം ലക്ഷ്യം കാണൂ. സഖ്യം കൊണ്ട് സമാജ്വാദി പാർട്ടി കാര്യമായി ഗുണമുണ്ടാക്കിയിട്ടില്ലെന്നും മാത്രമല്ല പാർട്ടി ദുർബലപ്പെടുകയുള്ളൂവെന്നാണ് മുലായം സിംഗ് യാദവിന്റെ വിമർശനവും. ഈ സാഹചര്യത്തിലാണ് ഒന്നിച്ചുള്ള പ്രചരണത്തിന് മായാവതിയും അഖിലേഷ് യാദവും തയ്യാറെടുത്തത്. മുലായം ജനവിധി തേടുന്ന മെയിൻപൂരിൽ നിന്ന് അഖിലേഷിന്റെയും മായാവതിയുടെയും സംയുക്ത പ്രചരണം ആരംഭിച്ചിരുന്നു. 1993 മുലായനും മായാവതിയും സഖ്യമുണ്ടാക്കിയിരുന്നു. മായാവതിയെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ 1995 ആ സഖ്യം തകർന്നിരുന്നു. ഇപ്പോൾ ബി.ജെ.പിയെ തകർക്കാനാണ് ഇരു സഖ്യങ്ങളും ഒന്നിച്ച് മുന്നേറുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.